ഇപ്പോൾ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധി ജസ്റ്റിൻ പാലത്ര കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജസ്റ്റിൻ പാലത്ര, ഈ സ്വർണത്തിന്റെ വില നമ്മൾ കണ്ടതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു ദിവസം കൊണ്ട് ഒറ്റയടിക്ക് 10,000 രൂപയോളം ഉയർന്നത്. അവിടെ നിന്നും താഴേക്ക് വന്നു. ഇപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ വീണ്ടും ഇന്നിപ്പോൾ 1,17,000 രൂപയിലേക്ക് സ്വർണത്തിന്റെ വില എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഈ രീതിയിൽ തന്നെ സ്വർണ്ണവില കുതിക്കാനുള്ള ഒരു സാധ്യതയാണോ ഉള്ളത്? അത് തീർച്ചയായിട്ടും കുതിക്കാനുള്ള ചാൻസ് തന്നെയാണ് ഉള്ളത്. നമ്മൾ മുമ്പൊക്കെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഈ 2026 സ്വർണ്ണവില നമ്മൾ പറഞ്ഞല്ലോ 1.5 ലക്ഷവും 2 ലക്ഷവും വരെ ആകാനുള്ള ട്രെൻഡ് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം പഴയ കാരണങ്ങളൊക്കെ തന്നെയാണ്. ലോകവ്യാപകമായ ഈ ടെൻഷൻസും യുദ്ധവും ഡോളറിന്റെ ഭയങ്കരമായ വിലക്കയറ്റം, ഇന്ത്യൻ മണിയുടെ വാല്യൂ തീരെ താഴെ പോയിരിക്കുന്നു. അപ്പോൾ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യൻ മണി കൊടുക്കുന്നത് ഡോളർ റേറ്റിനെ അപേക്ഷിച്ചാകുമ്പോൾ വളരെ നഷ്ടം വരുന്നുണ്ട്. അപ്പം സ്വർണം ഈ പറഞ്ഞ കണക്ക് സ്വർണ്ണ വില ഇനി താഴോട്ട് പോകാൻ ഒരു രീതിയും കാണുന്നില്ല. ഇത് കൂടുതൽ തന്നെ ചെയ്യുള്ളൂ. പക്ഷേ ഞങ്ങള് വ്യാപാരികളെ സംബന്ധിച്ചോളം ഞങ്ങൾക്കിത് ഇഷ്ടമുള്ള കാര്യമല്ല. ഒരു ആവറേജ് റേറ്റിൽ നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം. പക്ഷേ കാരണം കച്ചവടം നടക്കണമെങ്കിൽ, സാധാരണക്കാർ വന്ന് വാങ്ങിക്കണമെങ്കിൽ വില ഇങ്ങനെ അബ്നോർമലായി കൂടിക്കിടന്നാൽ കച്ചവടം നടക്കില്ല. പക്ഷേ പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഇന്റർനാഷണൽ വരുന്ന പ്രശ്നങ്ങള് കേരളത്തെ നമ്മുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്വർണ്ണ വിലയും എല്ലാ രാജ്യങ്ങളുടെ വിലയിലും ബാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. അതുകൊണ്ട് വില ഇനിയും കുതിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് അനുമാനം. അതെ, ഈ സ്വർണത്തിന്റെ വില വീണ്ടും ഇങ്ങനെ കയറി വരുമ്പോൾ, അതായത് ഈ 1 ലക്ഷം രൂപയൊക്കെ ആയപ്പോൾ തന്നെ ജുവലറികളിലേക്ക് ആളുകൾ എത്തുന്നതിന്റെ എണ്ണം വലിയ രീതിയിൽ കുറഞ്ഞിരുന്നു. നിലവിലും ആ സാഹചര്യം തന്നെയല്ലേ? സ്വർണം വാങ്ങാനെത്തുന്നവരുണ്ട്? അതോ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഇനി ഇതിന്റെ ഇരട്ടി ആയേക്കാം എന്നുള്ളൊരു ആശങ്കയിൽ സ്വർണം വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണം കൂടുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പൊ കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു സീസൺ എന്നുള്ള നിലയിൽ ഈ മാസം ഒരു 2-3 ആഴ്ചയായിട്ട് പഴയതിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസം കാണുന്നുണ്ട്. ചെറിയ ഒരു മാറ്റം എന്ന് വെച്ച് ഒരു വലിയ രീതിയിലുള്ള സെയിലല്ല, വോളിയം ഓഫ് സെയിൽ കുറഞ്ഞു. ഇപ്പോൾ വെയിറ്റ് കൂടിയ ആഭരണങ്ങൾ ഒന്നും പോകുന്നില്ല. ഞങ്ങളുടെ കടകളിൽ 5 പവൻ, 6 പവൻ, 4 പവൻ, 3 പവൻ എന്നൊക്കെ പറയുന്ന വെയിറ്റ് കൂടിയ മാലകളൊന്നും ഇപ്പൊ പോകുന്നില്ല. എല്ലാവർക്കും ലൈറ്റ് വെയിറ്റ് സാധനങ്ങൾ മതി. അപ്പോൾ ടീനേജേഴ്സ്, ഇപ്പൊ പുതിയ തലമുറയ്ക്കൊന്നും പെണ്ണുങ്ങൾക്ക് സ്വർണം ധരിക്കണമെന്നുള്ള ആഗ്രഹം തന്നെ ഇല്ലാതാകുകയാണ്. ഒരു നൂല് പോലുള്ള ഒരു മാലയും അതിനകത്ത് ഒരു ചെറിയ ലോക്കറ്റും മാത്രം മതി. കണ്ടാൽ പോലും നമുക്ക് വളരെ നൈസായിട്ട് കാണത്തില്ല, ധരിച്ചിട്ടുണ്ടോ എന്ന് പോലും തോന്നത്തില്ല. അതുപോലെയുള്ള നൈസ് വെയിറ്റ് ആഭരണങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് കട നിറച്ച് അല്ലെങ്കിൽ കടയിൽ കുറച്ച് ആൾക്കാർ നിൽക്കുന്നത് കൊണ്ട് അവിടെ വലിയ ക്വാണ്ടിറ്റി സെയിൽ നടക്കുമെന്നുള്ള അർത്ഥമില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ താങ്കൾ നോക്കിക്കാണുന്നത്? കാരണം വലിയൊരു പ്രതിസന്ധി തന്നെയല്ലേ ഈ വ്യാപാരികളെ സംബന്ധിച്ച്? മറ്റ് തൊഴിൽ തേടേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടോ കാര്യങ്ങൾ? തീർച്ചയായിട്ടും സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആശങ്കയിൽ നിൽക്കുകയാണ്. ഞാനിപ്പോ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഒത്തിരി ഭാഗത്തുനിന്ന് കോളുകൾ വന്നുകൊണ്ടിരിക്കുക. സാറേ, എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണിത്? ഇത് കുറയുവോ കൂടുവോ? നമ്മളുടെ നിലനിൽപ്പ് തന്നെ പ്രശ്നമാകുകയാണല്ലോ. എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം? ഞാന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ കാര്യം എന്റെ ബുദ്ധിയിലും എന്റെ ചിന്തയിലും വരുന്ന ഒരു കാരണം എന്ന് വെച്ചത്, ഈ പ്രസ്ഥാനങ്ങൾ ഏതൊരു വ്യാപാരവും ഈ വ്യാപാര മാന്ദ്യം സംഭവിക്കുമ്പോൾ ഈ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഔട്ട്വേർഡ് ലോൺ അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന ലോണ്, പേഴ്സണൽ ആയിട്ട് വ്യക്തിബന്ധങ്ങളിൽ നിന്ന് മേടിച്ചിരിക്കുന്ന പലിശയ്ക്ക് കടം മേടിച്ചിരിക്കുന്നത്, അതൊക്കെ ഈ പറയുന്ന സ്വർണ്ണ കച്ചവടം നിന്നിരിക്കുന്ന സമയത്ത് അതൊക്കെ വലിയ ബാധ്യതയായിട്ട് വരും. അത് ചെറിയ കച്ചവടം 100% നിന്ന് ഒരു 30-40% കുറയുമ്പോൾ ഈ പറയുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പുറത്തുനിന്ന് എടുത്തിരിക്കുന്ന പൈസയുടെ ബാധ്യത എന്ന് പറയുന്നത് നമുക്ക് താങ്ങാനാവുന്നതല്ല. അതുകൊണ്ട് ദൈവകൃപയാൽ നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു ചെറിയ അനുഗ്രഹമായിട്ട് ഞാൻ ചിലപ്പോൾ ഇത് പറയാറുണ്ട്. കാരണം ഇപ്പൊ വില കൂടി നിൽക്കുന്ന സമയത്ത് സ്റ്റോക്കിലുള്ള സ്വർണം വിറ്റാണെങ്കിൽ പോലും
നമ്മൾ പുറത്തുനിന്ന് എടുത്തിരിക്കുന്ന, ബാങ്കിൽ നിന്ന് എടുത്തിരിക്കുന്ന ഈ കടമെടുത്തിരിക്കുന്ന പൈസകൾ ക്ലോസ് ചെയ്യണം, എന്നിട്ട് സ്വസ്ഥമായിട്ടിരിക്കണം. അപ്പോൾ ഉള്ള വ്യാപാരം കൊണ്ട് കഷ്ടിച്ച് ലാഭമില്ലെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു രീതിയിലേക്ക് മാറാൻ കഴിയും എന്നതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ സൈഡായിട്ട് സ്വർണ്ണ കച്ചവടം അല്ലാതെ എന്തെങ്കിലും വരുമാനം കിട്ടുന്ന ഒരു ചെറിയ പരിപാടിയും കൂടെ നോക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാറുള്ളത്. അതുപോലെ തന്നെ സ്വർണ്ണ തൊഴിലാളികളൊക്കെ ഈ മേഖല വിട്ട് പോയി കഴിഞ്ഞു ഒത്തിരി. അവരൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പെയിന്റിങ്ങിനും സാധാരണ ജോലികൾക്കും ലോഡിങ്ങിനും അതിനൊക്കെ പോയി കഴിഞ്ഞു. കാരണം അവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കടകളിൽ കൊണ്ടുവന്നാൽ സാധനം പുറക്ക് സ്ഥിരമായിട്ട് അവർക്ക് പണി കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ മേഖലയെ ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുകയാണിത്. ശരി, വളരെയധികം നന്ദി ശ്രീ ജസ്റ്റിൻ പാലത്ര ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.